ടൈറ്റ്സ് ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രോഗങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രം അസുഖങ്ങൾക്ക് പരിഹാരമാവുന്നില്ല. അസുഖങ്ങൾ അഥവാ പ്രശ്നങ്ങൾ എല്ലായിടത്തുമുണ്ട്. എന്നാൽ അവ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് യഥാർത്ഥ കഴിവും ഗുണവും ഫലവും എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. ഗുണപ്രദവും അപൂർവവുമായ ചികിത്സാ രീതികൾ, ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. കുട്ടികളിലെ ഓട്ടിസം അഥവാ ഉൾവലിയൽ രോഗം വിചിത്രമായ ഒരു രോഗാവസ്ഥയാണ് ഓട്ടിസം എന്ന രോഗം. കുഞ്ഞുനാളിലെ കുട്ടികളിൽ ഉണ്ടാകുന്ന വിചിത്രമായ പെരുമാറ്റ രീതികൾ മാനസിക വൈകല്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബുദ്ധിമാന്ദ്യമാണോ? അല്ല. എന്നാൽ ഇതെല്ലാം കൂടി പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥ കുട്ടികളിലെ ഓട്ടിസം എന്ന വിചിത്രമായ രോഗം. ശൈശവം ജീവിതത്തിലെ സുന്ദരവും സുരഭിലവുമായ കാലഘട്ടം. ശൈശവത്തിൻ്റെ ആ ഓർമ്മയുടെ നേർത്ത പാളികളിലൂടെ സഞ്ചരിക്കാൻ ആരും ഒന്ന് കൊതിച്ചുപോകും. ലോകം കുഞ്ഞിനെ തൊട്ടും തലോടിയും അവൻ്റെ ആഗ്രഹങ്ങൾക്ക് നിറവും ആവശ്യങ്ങൾക്ക് മൂർച്ചയും കൂട്ടുന്ന കാലം. കുട്ടിക്കാലത്ത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ അവൻ്റെ കുഞ്ഞു കുസൃതികൾ കാണാനും കേൾക്കാനും അച്ഛനമ്മമാരും ബന്ധുജനങ്ങളും പരസ്പരം മത്സരിക്കുകയാണ്. അവൻ്റെ കുഞ്ഞു കുസൃതികൾ അച്ഛനമ്മമാർക്ക് സമ്മാനിക്കുന്നത് നിറമുള്ള സ്വപ്നങ്ങളാണ്. എന്നാൽ ഈ സ്വപ്ന വഴികളെ തല്ലിച്ചതയ്ക്കുന്ന രോഗാവസ്ഥയാണ് കുട്ടികൾക്ക് പിടിപെടുന്ന ഓട്ടിസം അഥവാ ഉൾവലിയൽ രോഗം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് അവർക്കുള്ള ചികിത്സകൾക്ക് ഉപരിയായി അവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയും രോഗലക്ഷണത്തെ വളരെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അവയെ ചികിത്സിക്കുമ്പോഴുമാണ് ഓട്ടിസം എന്ന രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഓട്ടിസ്റ്റിക് എന്ന് പറയുമ്പം ആ കുട്ടിയുടേതായിട്ടുള്ള ലോകത്തിലേക്ക് ഉൾവലിയുന്ന പെരുമാറ്റത്തെയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. മുൻപൊക്കെ ഓട്ടിസത്തിന് ഒരേ ഒരു വിദഗ്ധന്റെ ശിക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്ന ചികിത്സാ രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഓട്ടിസത്തിന്റെ ചികിത്സാ രീതി പാടെ മാറിയിരിക്കുന്നു. ഓട്ടിസത്തിന് സിംഗിൾ മോഡ് അപ്രോച്ചിന് പകരം മൾട്ടി മോഡ് അപ്രോച്ചാണ് പുതിയ ചികിത്സാ രീതിയായി ആവിഷ്കരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഓട്ടിസത്തിനുള്ള പുതിയ ചികിത്സാ രീതിയായ മൾട്ടി മോഡ് അപ്രോച്ച് പരീക്ഷിക്കുന്നത് പ്രശസ്ത സൈക്യാട്രിസ്റ്റായ ഡോക്ടർ PN സുരേഷ് കുമാർ. 1943 ലിയോ കാനർ എന്ന് പറയുന്ന ഒരു മനോരോഗ വിദഗ്ധൻ ഓട്ടിസം എന്ന അസുഖത്തെ പറ്റി ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നു. കുട്ടികളിൽ കാണുന്ന വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് ഈ ഓട്ടിസം എന്ന് പറയുന്ന രോഗം. പണ്ടെല്ലാം ഈ ഓട്ടിസം എന്ന രോഗത്തെ കുട്ടികളിൽ കാണുന്ന സ്കീസോഫ്രീനിയ എന്ന രോഗമായിട്ടാണ് അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് അതിനെ പറയുന്നത് ചൈൽഡ്ഹുഡ് സ്കീസോഫ്രീനിയ എന്ന പേരിലാണ് അന്ന് അതറിയപ്പെട്ടിരുന്നത്. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ളൊരു നിർവചനവും അത് കണ്ടുപിടിക്കാനുള്ള വ്യക്തമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസും എല്ലാം ഉണ്ടായത് 1980-ലാണ്. അതിനുശേഷമാണ് ഈ ഓട്ടിസത്തെ കുട്ടികളിൽ കാണപ്പെടുന്ന വ്യക്തമായിട്ടുള്ളൊരു മാനസിക രോഗമായിട്ട് അംഗീകരിച്ചത്. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളിൽ 10,000-ൽ 2 മുതൽ 3 കുട്ടികൾ വരെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ജീവിത രീതിയിൽ പൊടുന്നനെയുള്ള മാറ്റം, ഗൃഹാന്തരീക്ഷത്തിലെ പൊരുത്തക്കേടുകൾ, സമ്പന്ന കുടുംബങ്ങളിൽ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ശാസ്ത്രജ്ഞർ മുമ്പൊക്കെ ഓട്ടിസത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് മാറിയിരിക്കുന്നു. ഓട്ടിസം സാധാരണക്കാരിലും പിടിപെടുന്ന അസുഖമായി മാറിയിരിക്കുന്നു. 12 വയസ്സിന് താഴെയുള്ള ഒരു 10,000 കുട്ടികളെടുത്താൽ അതിൽ 2 മുതൽ 5% വരെ കുട്ടികൾക്ക് ഈ ഓട്ടിസം എന്നുള്ള രോഗം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. താരതമ്യേന പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് ഓട്ടിസം എന്നുള്ള രോഗം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പക്ഷേ പെൺകുട്ടികളിൽ ഈ ഓട്ടിസം എന്ന രോഗം ഉണ്ടാകുകയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള അസുഖമായിട്ടാണ് ഉണ്ടാകുക എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഓട്ടിസം പണ്ടെല്ലാം പറഞ്ഞിരുന്നത് താരതമ്യേന സമ്പന്ന കുടുംബങ്ങളിൽ കാണുന്ന ഒരു രോഗമായിട്ടാണ് പണ്ടെല്ലാം വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ന് ഓട്ടിസം അങ്ങനെ സമ്പന്ന കുടുംബമെന്നോ ദരിദ്ര കുടുംബമെന്നോ എന്നോ ഇല്ല, ഏത് കുടുംബത്തിലും കാണപ്പെടാവുന്ന അസുഖമായിട്ട് വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൗതുകത്തോടെ ലോകത്തിന്റെ വിസ്മയത്തിൽ സ്വയം രസിച്ചും മറ്റുള്ളവരെ രസിപ്പിച്ചും വളരേണ്ട കുഞ്ഞ് ബാഹ്യലോകത്തുനിന്ന് പതിയെ പതിയെ ഉൾവലിയുന്നു. പിറന്നു വീണപ്പോൾ ചുറ്റും നിന്നവർ അവൻ്റെ മുഖത്തു നോക്കി ചിരിച്ചു. കവിളത്ത് തട്ടി. കുഞ്ഞിൻ്റെ മുഖത്ത് ചെറു പുഞ്ചിരി വിടർന്നു. കാതുകളിൽ അമ്മൂമ്മയുടെ ചോദ്യം മുഴങ്ങി, ഇതാരാണ്? അന്ന് ചില ചലനങ്ങളുടെ കുഞ്ഞു നൽകിയ പ്രതികരണങ്ങളിൽ എല്ലാവരും തൃപ്തരായി. എന്നാൽ ഇന്ന് കുട്ടി മാറി തുടങ്ങിയിരിക്കുന്നു.
അപരിചിതമായ മറ്റൊരു ലോകത്തേക്ക് അവൻ വഴിമാറി നടക്കുന്നു. നമുക്ക് മനസ്സിലാകാത്ത വഴികളിലേക്ക് കുഞ്ഞിൻ്റെ മനസ്സ് പായുന്നു. കനത്ത ഏകാന്തത അവൻ്റെ ചുറ്റിലും വ്യാപിക്കുന്നു. ഒരു കുട്ടി ജനിച്ച് ഏകദേശം ഒരു 18 മാസത്തിനുള്ളിൽ തന്നെ ഓട്ടിസത്തിൻ്റെ പലവിധ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഓട്ടിസത്തിന് 3 തരത്തിലുള്ള ലക്ഷണങ്ങളാണുള്ളത്. അതായത് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഓട്ടിസ്റ്റിക് എലോൺനെസ് എന്ന് പറയുന്നതാണ് ഓട്ടിസം എന്ന രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഓട്ടിസ്റ്റിക് എലോൺനെസ് എന്ന് പറയുമ്പം ഈ കുട്ടി ജനിച്ച് ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ കാണുമ്പം കുട്ടി ചിരിക്കാൻ ആരംഭിക്കും. അച്ഛനും അമ്മയെ കുട്ടി എടുക്കാനായിട്ട് നോക്കുമ്പോൾ കുട്ടി കൈ നീട്ടി അടുപ്പം കാണിക്കുന്ന ആ ഒരു രീതി ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഓട്ടിസ്റ്റിക് എലോൺനെസ് എന്ന് പറയുന്നത്. കുട്ടി കുറച്ചുകൂടി വളർന്ന് പ്രായമാകുമ്പോൾ മറ്റുള്ളവരോട് ചിരിക്കാനോ മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനോ അവരുമായിട്ട് മറ്റു തരത്തിലുള്ള മറ്റേ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഈ കുട്ടി വിമുഖത കാണിക്കുന്നു. അതായത് കുട്ടി സ്വന്തം ലോകത്തിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന ഇത്തരത്തിലുള്ള സ്വഭാവത്തെയാണ് ഓട്ടിസ്റ്റിക് എലോൺനെസ്, അതായത് അതിഭയങ്കരമായിട്ടുള്ള ഉൾവലിയൽ സ്വഭാവം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നു. ജീവിതത്തെ യന്ത്രതുല്യമാക്കുന്ന പ്രകൃതത്തിലേക്ക് തള്ളിവിടുന്ന സ്വഭാവ ചേഷ്ടകളാണ് ഓട്ടിസം പ്രകടിപ്പിക്കുന്നത്. ജീവിതത്തെ ഒട്ടും ഭാവനയ്ക്ക് വിട്ടുകൊടുക്കാതെ, ഉദാഹരണത്തിന് കിടപ്പുമുറി എങ്ങനെയാണോ എവിടെ ഉറങ്ങിയാലും ഒരേ ക്രമീകരണം കിടപ്പുമുറിയിൽ വേണം, ഇല്ലെങ്കിൽ രോഗി വളരെയധികം അസ്വസ്ഥനാകുന്നു. ആവശ്യം നടത്തിയില്ലെങ്കിൽ പിന്നീട് രോഗി അക്രമാസക്തനായി തീരുന്നു. ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തോടെ രോഗിയുടെ മനസ്സിന്റെ അന്തർനാടകങ്ങളെയും ചലനങ്ങളെയും ഒപ്പിയെടുത്ത് ശാസ്ത്രീയതയിൽ ഊന്നിയ അപൂർവ സിനിമാവിഷ്കാരമാണ് റെയ്മൻ എന്ന വിഖ്യാത സിനിമ. മിക്കവാറും ഓട്ടിസം ബാധിച്ച കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്നത് തന്നെ വളരെ വൈകിയായിരിക്കും. മാത്രമല്ല അവരുടെ വാക്കുകളും വാചകങ്ങളെല്ലാം അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. അവർക്ക് വളരെ കുറച്ച് വാചകങ്ങളും കുറച്ച് വാക്കുകളും മാത്രമേ സംസാരിക്കാനായിട്ട് ഉണ്ടാകുകയുള്ളൂ. ചില കുട്ടികളാകട്ടെ ഒരു വാക്ക് ഒരിക്കൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ വാക്ക് വീണ്ടും ഉച്ചരിക്കുന്ന മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും. ഈ സംസാരത്തിൻ്റെ ഘടനയിലും പലപ്പോഴും പല വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടി എനിക്ക് പാല് വേണം എന്ന് പറയുന്ന ഒരു കുട്ടി, ആ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ എനിക്ക് പാല് വേണമെന്ന് പറയുന്നതിന് പകരം നിനക്ക് പാല് വേണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് എനിക്ക് നിനക്ക് എന്നുള്ളതിൻ്റെ വ്യത്യാസം, അത്തരത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വളരെ കുറവാണ്. ഓട്ടിസം ബാധിച്ചവരുടെ ശ്രദ്ധയും പ്രവൃത്തിയും ഒരേ സമയം അതിശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് വളരുന്നത്. ഇവർ മറ്റുള്ളവരെ പോലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനോ സഹതപിക്കാനോ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളോട് ഒടുന്നതിന് പ്രതികരിക്കുകയും ഉച്ചരിച്ച വാക്കുകൾ വീണ്ടും വീണ്ടും പിറുപിറുക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പലപ്പോഴും മിതമായി സംസാരിക്കുന്ന ഇവർ ഭാഷയുടെ ഒഴുക്ക് മുറിഞ്ഞും വളഞ്ഞും ഒക്കെ വിചിത്രമായ രീതിയിലായിരിക്കും പ്രയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, ഇവർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഒരേ രീതിയിൽ ആയിരിക്കണം. അതായത് നമ്മൾ അതിനെ പറയുന്ന ഓട്ടിസ്റ്റിക് നീഡ് ഫോർ ദ സെയിംനെസ് എന്നാണ് പറയുന്നത്. ഒബ്സസീവ് നീഡ് ഫോർ ദ സെയിംനെസ്. അതായത് ഇത്തരത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവർക്ക് എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് തന്നെ വേണം. ഭക്ഷണം കഴിക്കാനായിട്ടാണെങ്കിൽ ഒരേ പ്ലേറ്റ്, ഭക്ഷണം കഴിക്കാൻ ടേബിൾ മേലിരിക്കുകയാണെങ്കിൽ ആ ടേബിളിൻ്റെ ഒരേ സൈഡിൽ തന്നെ ഇരിക്കണം. കളിപ്പാട്ടങ്ങൾ ഒരേ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വേണം. എല്ലാം ഒരേ രീതിയിൽ തന്നെ ആവണം എന്നവരെ ശഠിക്കും. ഇനി അഥവാ അതേ രീതിയിൽ അവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളെല്ലാം അതിഭയങ്കരമായിട്ട് വാശി പിടിക്കാനോ അക്രമാസക്തനാവാനോ ഒക്കെ സാധ്യതയുണ്ട്. ആളുകളുമായിട്ട് ഇവർക്കുള്ള സമ്പർക്കശേഷി കുറവായതുകൊണ്ട് ഇവരുടെ കളികളിലും പല പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവർക്ക് ഈ പാവകളോ അല്ലെങ്കിൽ മൃഗങ്ങളോ അത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ ആ പാവകളോ മൃഗങ്ങളോ ഒക്കെ വെച്ച് അതിന് പാല് കൊടുക്കുന്നു അല്ലെങ്കിൽ കുളിപ്പിക്കുന്നു, ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു, അത്തരത്തിലുള്ള കളികളൊന്നും ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾ കാണിക്കില്ല.
ഇപ്പോൾ നമ്മളൊരു പാവയെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ആ പാവയെ നിലത്തിട്ട് അടിച്ച് അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കളികളായിരിക്കും കാണുക. മറ്റൊന്ന്, ഈ കുറേ കളിപ്പാട്ടങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഒരേ രീതിയിൽ വരിയായിട്ട് വെച്ച് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്ന തരത്തിലുള്ള എല്ലാം ഒരേ രീതിയിലായിരിക്കണം. അതിനെല്ലാം ഒരു കൃത്യത വേണം. അത്തരത്തിലുള്ള ചില പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങളും നമ്മൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾ കാണാറുണ്ട്. വളരെ വികൃതമായ പെരുമാറ്റ രീതികളാണ് ഓട്ടിസത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഭക്ഷണത്തിനുള്ള പ്ലേറ്റ്, ഇരിപ്പിടം, വസ്ത്രം എന്നിവയെല്ലാം ഒരേ തരത്തിൽ വേണമെന്ന് ഈ കൂട്ടർ ശഠിക്കുന്നു. സാഹചര്യങ്ങൾ മാറുമ്പോൾ, ഉദാഹരണമായി പുതിയ താമസ സ്ഥലം, പുതിയ കളിപ്പാട്ടങ്ങൾ എന്നിങ്ങനെ മാറ്റങ്ങളോട് കടുത്ത വിയോജിപ്പ് ഇവർ പ്രകടിപ്പിക്കുന്നു. ഇത്തരത്തിൽ ബാഹ്യമായ പ്രേരണകൾക്കോ സന്ദർഭത്തിനോ വഴങ്ങാതെ ഓട്ടിസം അയാളിൽ അപരിചിതത്വം സൃഷ്ടിക്കുന്നു. അയാൾ ഒറ്റയാനായി മാറുന്നു. ഈ കുട്ടികൾക്ക് ഈ കറങ്ങുന്ന സ്വഭാവം, കറക്കം വളരെ ഇഷ്ടമാണ്. പല കുട്ടികളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് വെസ്റ്റിബുലാർ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. തലച്ചോറിലെ ഒരു വെസ്റ്റിബുലാർ ഏരിയ എന്ന് പറയുന്ന ഏരിയയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ഉത്തേജിപ്പിക്കുമ്പോൾ ഇവർക്ക് എന്തോ പ്രത്യേക അനുഭൂതിയോ രസമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവർ കറങ്ങുന്നത് മാത്രമല്ല, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പാവകൾ കിട്ടുകയാണെങ്കിലോ മറ്റ് കളിപ്പാട്ടങ്ങൾ കിട്ടുകയാണെങ്കിലോ അതെല്ലാം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാനുള്ളൊരു പ്രത്യേകത, അതിനൊരു അത്തരത്തിലുള്ളൊരു ആസ്വാദന ശേഷി ഇത്തരത്തിൽ ഓട്ടിസ്റ്റ് കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ ഈ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം അത് വളരെ ഇഷ്ടമാണ്. ചില കുട്ടികൾക്ക് സംഗീതം വളരെ ഇഷ്ടമായിരിക്കും. ഓട്ടിസം എന്ന രോഗാവസ്ഥ താരതമ്യേന രോഗിക്ക് പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നാൽ അച്ഛനമ്മമാർക്കും ബന്ധുക്കൾക്കും തങ്ങളുടെ ഇഷ്ടപ്പെട്ടവർ തങ്ങളിൽ നിന്ന് അകലുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഓട്ടിസ്റ്റിക് രോഗികൾ കടുത്ത ആഗ്രഹക്കാർ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയും ദേഷ്യവും പൊട്ടിത്തെറിയും ഓട്ടിസം ബാധിച്ചവരുടെ കൂടപ്പിറപ്പാണ് എന്ന് വേണം പറയാൻ. ഈ കുട്ടി ജനിച്ച് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഈ കുട്ടിയുടെ മറ്റു കുട്ടികളും മറ്റ് അച്ഛനമ്മയായിട്ടുള്ള സമ്പർക്കം, മറ്റു കുട്ടികളായിട്ട് കളികൾ, കുട്ടികളുടെ മറ്റ് പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കുട്ടിയുടെ ആ പെരുമാറ്റം എല്ലാം നിരീക്ഷിച്ചിട്ട് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഓട്ടിസത്തിന്റെ കാരണങ്ങളായി 2-3 കാര്യങ്ങളാണ് വൈദ്യശാസ്ത്രം പരിഗണിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിലെ ചില പാളിച്ചകൾ കൊണ്ടാണ് ഓട്ടിസം ബാധിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തലച്ചോറിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സിറട്ടോൺ എന്ന രാസവസ്തുവാണ് ഓട്ടിസത്തിന്റെ പ്രത്യേക സ്വഭാവ വൈജാത്യം വ്യക്തികളിൽ ഉണ്ടാക്കുന്നു എന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ നിഗമനം. ഓട്ടിസത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതുവരെയായിട്ട് നമ്മുടെ ശാസ്ത്രത്തിന്റെ പരിമിതികളിൽ വെച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു കാരണം നമുക്കിതുവരെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ തലച്ചോറിൽ വിവിധ പഠനങ്ങളെല്ലാം നടത്തിയിട്ട് അതെല്ലാം കാണിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സിറട്ടോണിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥത്തിൻ്റെ അളവ് ഈ ഇത്തരത്തിലുള്ള ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ വളരെ കൂടുതലാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയിലും ഈ സിറട്ടോണിൻ്റെ അളവ് തലച്ചോറിൽ കുറച്ച് കൊണ്ടുവരുന്ന പല മരുന്നുകളെല്ലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാരണം പറയുന്നത്, നമുക്ക് ഈ വേദന കുറയ്ക്കാനായിട്ട്, തലച്ചോറിലെല്ലാം വേദന കുറയ്ക്കാനായിട്ട് ഓപ്പിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ സാധനമാണത്. ഓപ്പിയോഡ് എന്ന് പറയുന്ന തലച്ചോറിൽ വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓപ്പിയോഡ് എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ അളവ് തലച്ചോറിൽ കൂടുകയാണെങ്കിൽ അതും ഓട്ടിസത്തിന് കാരണമായേക്കാമെന്ന് ചില പഠനങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു പ്രത്യേകത, അവർക്ക് ഈ വേദന സഹിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അവർക്ക് പൊതുവെ പനി, മറ്റു തരത്തിലുള്ള അസുഖങ്ങളെല്ലാം താരതമ്യേന മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഓട്ടിസത്തിൽ വ്യക്തി വളരുന്ന സാഹചര്യം, അന്തരീക്ഷം കൂടാതെ പാരമ്പര്യവും ഓട്ടിസത്തിന് കാരണമാകുന്നുണ്ട്. എന്നിരുന്നാലും അസുഖത്തെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ അത് വളരെ അധികം പ്രയോജനം ചെയ്യുമെന്ന് ഓട്ടിസത്തിന്റെ പുതിയ ചികിത്സാ രീതി പരീക്ഷിക്കുന്ന സൈക്യാട്രിസ്റ്റ് ഡോക്ടർ PN സുരേഷ് കുമാർ പറയുന്നു. ഓട്ടിസത്തിന് പാരമ്പര്യവുമായിട്ടും ബന്ധമുണ്ട്. അതായത് ഓട്ടിസത്തിന് നല്ലൊരു ജനിതക ബന്ധമുണ്ട്. അതിന് നിരവധി പഠനങ്ങൾ ഇത് വളരെ അഭേദ്യമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരേ ഭ്രൂണത്തിൽ നിന്നും ജനിക്കുന്ന ഇരട്ട കുട്ടികളാണെന്ന് വിചാരിക്കുക. അതിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം എന്നുള്ള അസുഖം ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിക്ക് ഇതേ അസുഖം വരാനുള്ള സാധ്യത ഏകദേശം 30 മുതൽ 96% വരെ ഉണ്ടെന്നാണ് പറയുന്നത്.
അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഒരേ തരത്തിലുള്ള ജനിതക ഘടന ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. അതുമാത്രമല്ല, ഒരു സഹോദരനോ സഹോദരിക്കോ ഓട്ടിസം ഉണ്ടെങ്കിൽ വ്യത്യസ്ത ഭ്രൂണങ്ങളിൽ നിന്നുള്ള സഹോദരനോ സഹോദരിക്കോ ഓട്ടിസം എന്നുള്ള അസുഖം ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്നേ വരെ ഓട്ടിസത്തെക്കുറിച്ചും അതിന്റെ പ്രകൃതത്തെക്കുറിച്ചും നിരവധി പഠനങ്ങൾ ജീവശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നടത്തി ഉചിതമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ശാസ്ത്രശാഖകളിലായി നടന്ന പഠനങ്ങളെല്ലാം ചേർത്ത് ഓട്ടിസത്തിനുള്ള നല്ല ചികിത്സ നിർദ്ദേശിക്കുമ്പോൾ അത് ഒരു വിദഗ്ധന്റെ കീഴിൽ മാത്രം പോരാ എന്ന നിഗമനത്തിലാണ് ഡോക്ടർ സുരേഷ് കുമാർ എത്തിച്ചേരുന്നത്. അതായത് സിംഗിൾ മോഡ് അപ്രോച്ചിൽ നിന്നും മൾട്ടി മോഡ് അപ്രോച്ചിലേക്ക് ഓട്ടിസത്തിനുള്ള ചികിത്സ മാറേണ്ടിയിരിക്കുന്നു. ഓട്ടിസത്തിന്റെ ചികിത്സയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ പ്രത്യേകിച്ച് ഔഷധ ചികിത്സയ്ക്ക് ഉള്ള സ്ഥാനം വളരെ കുറവാണ്. കാരണം ഓട്ടിസത്തിന് പ്രത്യേക ഒരു ഔഷധം കൊടുത്തിട്ട് നമുക്ക് ചികിത്സിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഈ ഓട്ടിസത്തിലുള്ള ഈ പെരുമാറ്റ വൈകല്യങ്ങൾ, ഓട്ടിസമുള്ള ആൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള കഴിവില്ലായ്മ, ഉൾവലിയൽ സ്വഭാവം, എല്ലാം ഒരേ രീതിയിലാണെന്നുള്ള വാശി പിടിക്കൽ, ഇത്തരത്തിലുള്ള ഭാഷയിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം നമുക്ക് പലതരത്തിലുള്ള പെരുമാറ്റ ചികിത്സ ഉണ്ട്. അതായത് ഇതിനെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പി എന്നെല്ലാം പറയും. ഇത്തരത്തിലുള്ള പെരുമാറ്റ വൈകല്യ ചികിത്സ കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. പക്ഷെ ഇതിന് വേണ്ടത് ഒരു ടീമായിട്ടുള്ളൊരു ചികിത്സയാണ്. ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടി മോഡൽ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചാണ്. ഈ മൾട്ടി മോഡൽ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചിൽ ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, അവരുടെ ടീം എഫർട്ടാണ് ഈ ഓട്ടിസത്തിൻ്റെ ചികിത്സയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇതിൽ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കുട്ടികളുടെ ഡോക്ടർ അതായത് പീഡിയാട്രീഷ്യൻ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ടീമിൻ്റെ മേൽനോട്ടത്തിൽ, അതായത് ഇതിലെ കുട്ടികളുടെ ഡോക്ടർ ആ കുട്ടിക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നു, അതിന് വേണ്ട ചികിത്സ കൊടുക്കുന്നു. സൈക്കോളജിസ്റ്റ് കുട്ടിയുടെ ബുദ്ധിശക്തി അതിനോടനുബന്ധിച്ച മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കുട്ടികളുടെ പാരൻസിന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്നു. സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ ഈ കുട്ടിക്ക് ഓട്ടിസത്തിനോടനുബന്ധിച്ചിട്ടുള്ള ADHD അല്ലെങ്കിൽ കുട്ടിക്കുള്ള അക്രമവാസന അതെല്ലാം ചികിത്സിക്കുന്നു. അപസ്മാരം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നു. ഇതിനോടൊപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റ് കുട്ടിയുടെ ഭാഷയിലുള്ള പ്രശ്നങ്ങൾ അത് ശരിയാക്കിയെടുക്കുന്നു. റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് കുട്ടിക്ക് ഏത് മേഖലയിലാണോ മുന്നേറാനുള്ള താല്പര്യമുള്ളത് അത് കണ്ടുപിടിച്ച് ആ കുട്ടിയുടെ ഭാവി മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം. റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ കുട്ടിയെ സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഗ്രൂപ്പ് എഫർട്ട്, ഗ്രൂപ്പ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ മൾട്ടി മോഡൽ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചിൽ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഓട്ടിസം ബാധിച്ചവരെ അവഗണിച്ചും മന്ദബുദ്ധികളാണെന്ന് മുദ്രകുത്തിയും എഴുതിത്തള്ളുക പതിവാണ്. എന്നാൽ ഇക്കൂട്ടരെ അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ എന്നാണ് റെയിൻമാൻ എന്ന സിനിമയും വൈദ്യശാസ്ത്രവും ഒരേപോലെ പറയുന്നത്. ഓട്ടിസം ബാധിച്ചവരിൽ പലരും അപാരമായ കഴിവുകളുടെ കലവറകളാണ്. ഈ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ശ്രദ്ധിക്കുന്നത് ഈ കുട്ടിക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ പ്രാവീണ്യം ഉള്ളത്, ആ മേഖലയിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ വളരെയധികം ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. ഈ പല കുട്ടികൾക്കും അഭൂതപൂർവമായിട്ടുള്ള പാടാനുള്ള ചില കഴിവുകളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ, ഓട്ടിസം ബാധിച്ച പാടാനായിട്ട് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ ആ മേഖലയിലേക്ക് തിരിച്ചു വിട്ടാൽ ചിലപ്പോൾ വലിയൊരു പാട്ടുകാരനായിട്ട് കുട്ടി മാറാം. നൃത്തത്തിന് അഭിരുചിയുള്ള കുട്ടിയാണെങ്കിൽ അവരെ ആ മേഖലയിലേക്ക് തിരിച്ചു വിടാം. ഈ കുട്ടികൾക്ക് നിരീക്ഷണങ്ങളോടെല്ലാം താല്പര്യമുള്ള കുട്ടികളുണ്ട്. ഞാൻ മുമ്പ് ഐസക് ന്യൂട്ടൻ, ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ അത്തരത്തിലെ നിരീക്ഷണ പാഠവുമുള്ള കുട്ടികളാണെങ്കിൽ അവരെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുക. ലോകത്തിന് നിരവധി രചനകൾ സമ്മാനിച്ച ടെമ്പിൾ ഗ്രാൻഡ്, പൈ സംഖ്യയ്ക്ക് ശേഷം സംഖ്യകളെ നിർവചിച്ച് ശാസ്ത്ര ലോകത്തിന് അത്ഭുതമായി മാറിയ ഡാനിയൽ ടാംനാൻറ്റ് എന്നിവരിൽ തുടങ്ങി ലോക ഭൂപടങ്ങളെ നൊടിനേരം കൊണ്ട് അതേപടി ക്യാൻവാസിലേക്ക് പകർത്തുന്ന സ്റ്റീവൻ വിൽഷെയർ എന്ന ചിത്രകാരൻ, ഇവരെല്ലാം കഴിവുകളുടെ ജീവിക്കുന്ന ഇതിഹാസങ്ങളാണ്. ഇങ്ങനെ ശാസ്ത്രബോധവും സംഗീതാഭിരുചിയും സർഗപരമായ കഴിവുകളുടെയും നിഗൂഢമായ ജ്ഞാനം
ഓട്ടിസ്റ്റിക് അവസ്ഥയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓട്ടിസത്തിന്റെ പരിശീലനത്തിൽ മാതാപിതാക്കളോട് നമുക്ക് പ്രത്യേകിച്ചും പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ മാതാപിതാക്കളെ കുട്ടിയോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വളരെ വ്യക്തതയോടുകൂടി പറയുക എന്നുള്ളതാണ്. നല്ല സൗണ്ടിൽ വളരെ ലളിതമായിട്ട് മിനിമം കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് വ്യക്തതയോട് പറഞ്ഞാൽ മാത്രമാണ് കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. കുട്ടി എപ്പോഴും ശരീരദേഹത്ത് തൊട്ട് പേര് വിളിക്കണമെന്നാണ് പറയുന്നത്. അതായത് കുട്ടിക്ക് ഇത്തരത്തിലുള്ള ടാക്ടൈൽ സ്റ്റിമുലേഷൻ, ശരീരത്തിൽ തൊട്ട് കുട്ടിയെ വിളിക്കുമ്പോൾ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രതികരണ ശേഷി കൂടും എന്നാണ് പറയുന്നത്. കുട്ടിയോട് സംസാരിക്കുമ്പം അത് തുടരുത്, അത് ചൂടാണ് എന്നൊക്കെ പറയുന്നേക്കാൾ നല്ലത് അത് മോനെ അത് തുടരുത്, തൊടാൻ പാടില്ല, അങ്ങനെ വളരെ ലളിതമായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ കുട്ടിയുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് പലതരത്തിലുള്ള കളറുകളുള്ള ബോളുകൾ കൊടുക്കാം. കുട്ടിയെ ഓട്ടം, ചാട്ടം, നടത്തം, ഇത്തരത്തിലുള്ള പല സ്മെല്ലുകൾ, പലതരത്തിലുള്ള കളറുകൾ കാണിക്കുക, പലതരത്തിലുള്ള ശബ്ദങ്ങൾ കുട്ടിയെ കേൾപ്പിക്കുക, അതുപോലെ കുട്ടിയെ പരിവരുത്ത പ്രതലത്തിൽ കൂടെ നടത്തിക്കുക. ഇതെല്ലാം ഒരു ടാക്ടൈൽ എല്ലാ സെൻസ് ഓർഗൻസിനെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്ക് നമുക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഓട്ടിസത്തിന്റെ പരിശീലന കേന്ദ്രത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് തന്റെ സഹോദരനെ കണ്ടെത്തി അവനെ സ്നേഹിച്ചും പരിചരിച്ചും രോഗിയുടെ അപാരമായ കഴിവുകളെ തൊട്ടുണർത്തിയും അതിന് ദിശാബോധം പകർന്നു നൽകിയും റെയിൻമാൻ എന്ന സിനിമയിലെ രോഗിയുടെ സഹോദരൻ ഓട്ടിസ്റ്റിക് പരിചരണത്തിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും നൽകുന്ന സന്ദേശം വളരെ മഹത്തരമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ചികിത്സയിൽ മാതാപിതാക്കൾക്കുള്ള വലിയ പങ്കിനെയാണ്. പക്ഷെ ഇതിനോട് കൂടെ ഈ ഓട്ടിസത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, പല കുട്ടികൾക്കും അനുബന്ധമായിട്ട് അപസ്മാരം വരാം. അങ്ങനെയുള്ള അപസ്മാരമൊക്കെ വരികയാണെങ്കിൽ അപസ്മാരത്തിന് വേണ്ട ചികിത്സ കൊടുക്കേണ്ടി വരും. പല ഓട്ടിസം ബാധിച്ച കുട്ടികളും ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന കുട്ടികളായിരിക്കും. അതായത് കുട്ടികൾക്ക് ഇത്തരത്തിൽ പല കുട്ടികൾക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയില്ല. അവരുടെ ശ്രദ്ധ, അറ്റൻഷൻ സ്പാൻ, ഓർമ്മശക്തി ഇതെല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ADHD അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള അനുബന്ധ പ്രശ്നമുണ്ടെങ്കിൽ അതിനെയും നമ്മൾ ചികിത്സിച്ചെടുക്കുക. അതിന് മരുന്നുകളെല്ലാം ഉണ്ട്. പല ഓട്ടിസം കുട്ടികളെ പെട്ടെന്ന് എടുത്തു ചാടുന്ന, അക്രമവാസന കാണിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട്, വയലൻറ്റ് ബിഹേവിയർ എല്ലാം കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ള വയലൻറ്റ് ബിഹേവിയറും അക്രമവാസനയൊക്കെ കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന് വേണ്ട മരുന്നുകൾ അത് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ അല്പം ഈ അനുബന്ധ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് ചികിത്സയും ഓട്ടിസത്തിനുള്ള പെരുമാറ്റ വൈകല്യം ശരിപ്പെടുത്തി എടുക്കാനുള്ള ചികിത്സയും പിന്നെ ഈ സ്പീച്ച്, അവരുടെ ഭാഷയിലുള്ള വൈകല്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, അതിന് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ഒരു സേവനവും കൂടി എല്ലാം കൂടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഒരു പരിധിവരെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപൂർവങ്ങളും ഗുണപ്രദവുമായ ചികിത്സാ രീതികളെക്കുറിച്ച് നിങ്ങൾക്കും ചോദിച്ചറിയാം. ചികിത്സാ രീതികളെക്കുറിച്ച് വിദഗ്ധ ഡോക്ടർമാർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും അറിയിക്കേണ്ട വിലാസം: ടു ദി റിസർച്ച് ഓഫീസർ, tides@yahoo.com. ഫോൺ 9947 123 233. എല്ലാം റൊമാറ്റിക് ഡിസീസിൻ്റെ വേദന അല്ലെങ്കിൽ പെയിൻ ഒരു കോമൺ സിംറ്റമാണ്, ഒരു കോമൺ ലക്ഷണമാണ്. പിന്നെ വേറെ കുറേ കാരണമായിട്ട് ബോഡിയിൽ പെയിൻ, ബോഡി വേദന ആവാം. അപ്പോൾ റൊമാറ്റിക് കംപ്ലയിൻസ് ആയിട്ട്, റൊമാറ്റിക് ഡിസീസസ് ആയിട്ട് ഉള്ള പെയിൻ, സന്ധികളുടെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീരിറക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ചില സാധനം, ചില ലക്ഷണങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൽ ആണ് ഇൻവോൾവ് സന്ധി അല്ലെങ്കിൽ സന്ധികൾ, അതിൽ വീക്കം മനസ്സിലാക്കാൻ കഴിയും. ആ സന്ധികൾ തൊട്ടാൽ ചൂട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആ സന്ധികൾ രാവിലെ ഒരുപാട് പ്രശ്നങ്ങളാക്കും, മടക്കാൻ വിഷമായിരിക്കും, ഒരു പിടുത്തമുണ്ടാവും. പിന്നെ ഈ രാവിലത്തെ വിഷമങ്ങൾ കുറച്ച് മണിക്കൂർ എടുക്കും സെറ്റിലായി വരാൻ. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്താൽ ഒരു നീരിറക്കായിട്ട്, ഇൻഫ്ലമേഷനായിട്ട് ഈ വേദനകൾ പോകുന്നില്ല. സാധാരണ സന്ധി തേമാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അധികം എക്സേർഷൻ ചെയ്താൽ വരുന്ന വേദന റെസ്റ്റ് എടുത്താൽ മാറും അല്ലെങ്കിൽ ബെറ്റർ ആവും. പക്ഷേ ഈ റൊമാറ്റിക് ഡിസീസസിൽ അങ്ങനെ ആവില്ല. സോ പിന്നെ ഒരു സന്ധിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അപ്പോൾ നമ്മൾക്ക് അധികമായിട്ട് എക്സേർഷൻ ചെയ്താൽ നടുവേദന വരാം. പക്ഷേ
റൊമാറ്റിക് ഡിസീസായിട്ട് അവന് ഫോർ എക്സാമ്പിൾ കൈ വിരലിലാണ് ഇൻവോൾവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്താലും വരും, ചെയ്തിട്ടില്ലെങ്കിലും വരും. സോ ഇങ്ങനത്തെ അപ്പോൾ മെയിൻലി വീക്കം, പിന്നെ സ്റ്റിഫ്നെസ്, രാവിലത്തെ പിടുത്തം, ഇത് കണ്ടാൽ കുറച്ച് ഇത് സാധാരണ ടൈപ്പ് ആവുന്ന വേദന ആയിരിക്കില്ല. ജീവിതത്തെ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന പുതിയ പുതിയ ചികിത്സാ രീതികൾ, ചികിത്സാ ക്രമങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും കാലത്ത് 9:30 നിങ്ങളുടെ പീപ്പിൾ ടിവിയിൽ മറക്കാതെ കാണുക.